Hi friends, welcome to Anna's Kitchen. ഒരുപാട് ദിവസമായില്ലേ നമ്മൾ കണ്ടിട്ട്. ഇവിടെ കുറച്ച് തിരക്കായിരുന്നു, അപ്പോൾ എനിക്ക് ഇൻട്രൊഡക്ഷൻ ഒന്നും എടുക്കാനുള്ള സമയം കിട്ടാത്തതുകൊണ്ടാണ് വരാതിരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുമായിട്ട് ഒരുപാട് സന്തോഷമുള്ള രണ്ട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനാണ്. ഒന്ന്, നിങ്ങൾ കുറച്ച് പേരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെ ചാനൽ 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു. അപ്പോൾ എല്ലാവരോടും ഒരുപാട് താങ്ക്സ്. എൻ്റെ വീഡിയോസ് കാണുന്നതിനും ഇത്രയും സപ്പോർട്ട് എനിക്ക് തരുന്നതിനും ഒരുപാട് താങ്ക്സ്. പിന്നെ അതുപോലെ 1 lakh സബ്സ്ക്രൈബേഴ്സ് കഴിയുമ്പോൾ നമുക്ക് യൂട്യൂബ് ഒരു സിൽവർ പ്ലേ ബട്ടൺ അയച്ചു തരും. അതെനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് സാധിക്കുന്നത്. അപ്പോൾ അതിനും ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഇന്ന് നമുക്കൊരു സ്വീറ്റ് ആവാം. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന കോക്കനട്ട് ലഡു ആണ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ അത് ഷെയർ ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ലഡു തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ തേങ്ങ ചിരകി എടുത്താൽ മതി, അപ്പോൾ 2 കപ്പ് ഉണ്ടാവും. തേങ്ങയുടെ ആ ഒരു ബ്രൗൺ കളർ വരത്തില്ലേ, നമ്മൾ ചിരകിയിട്ട് ഏറ്റവും അവസാനമൊക്കെ എത്തുമ്പോൾ ആ ചിരട്ടയുടെ അവിടെ എത്തുമ്പോൾ ഒരു ബ്രൗൺ കളർ വരുമല്ലോ, അതില്ലാതെ വെള്ള മാത്രം എടുക്കുന്നതാണ് നല്ലത്. അപ്പോഴായിരിക്കും ലഡു കാണാനും ഒരു ഭംഗി ഉണ്ടാവുക. ഞാനിതുപോലെ വെള്ളം മാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഈ തേങ്ങ നമ്മൾ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. തേങ്ങ ചിരകി എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം അതിനകത്ത് ചെറിയൊരു എണ്ണമയം ഉണ്ടാവും. അത് മാറാൻ വേണ്ടിയിട്ടാണ് റോസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ നിറം മാറാതെ നോക്കുകയും വേണം, അതായത് വെള്ള കളറിൽ തന്നെ ഇരിക്കണം. അതിൻ്റെ എണ്ണമയം ഫുള്ള് മാറി നല്ല ഡ്രൈ ആവണം, അങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് ഏകദേശം ഒരു 5-6 മിനിറ്റ് എടുക്കും ഇതിങ്ങനെ റോസ്റ്റായി കിട്ടാൻ. അപ്പോൾ ചെറിയ തീയിലിട്ട് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ തേങ്ങ പെട്ടെന്ന് ബ്രൗൺ ആയിപ്പോവും. അപ്പോൾ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ തേങ്ങ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. നമ്മളിതിനെ കൈവച്ച് എടുത്ത് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും, ഒട്ടും എണ്ണമയം ഇല്ലാതെ നല്ല തരി പോലെ ഉണ്ട്. ഇങ്ങനെയാണ് വേണ്ടത്. പക്ഷെ കളർ ഒട്ടും മാറിയിട്ടില്ല, വെള്ള കളറിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇപ്പം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. ഇനി ഇതിനകത്തുനിന്ന് കുറച്ച് തേങ്ങ നമുക്ക് മാറ്റി വയ്ക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം തേങ്ങ മാറ്റി വയ്ക്കാം. അവസാനം നമ്മൾ ലഡു തയ്യാറാക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ പുറമേ ഒന്ന് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കുറച്ച് തേങ്ങ മാറ്റി വെക്കുന്നത്. ഇനി നമുക്ക് വീണ്ടും സ്റ്റൗ ഓൺ ചെയ്യാം. ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് പാലൊഴിക്കാം. പശുവും പാലാണ് ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും കൂടി ചേർക്കാം. പഞ്ചസാര കുറച്ചും കൂടി കൂടുതൽ ചേർത്താലും കുഴപ്പമില്ല. പക്ഷെ 1/2 കപ്പ് ചേർക്കുമ്പോൾ തന്നെ ആവശ്യത്തിന് മധുരം ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇപ്പോൾ ഇത് നല്ല ലൂസായിട്ടാണല്ലോ ഇരിക്കുന്നത്. ഇനി ഈ പാലെല്ലാം വറ്റി ആ തേങ്ങയുടെ കൂടെ ചേർന്നിട്ട് നല്ല ഡ്രൈ ആയിട്ട് കിട്ടണം. അതുപോലെ ഈ തേങ്ങ വെച്ചുള്ള ലഡു പല രീതിയിൽ തയ്യാറാക്കാറുണ്ട്. ഇങ്ങനെ ഡ്രൈ ആയിട്ടുള്ള തേങ്ങ നമുക്ക് പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. അതും കണ്ടൻസ് മിൽക്കും കൂടി മിക്സ് ചെയ്തിട്ടും ഈ ലഡു തയ്യാറാക്കാറുണ്ട്. പക്ഷെ എനിക്ക് ശരിക്കും ഈ രീതിയിൽ തയ്യാറാക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നിയത്. കാരണം ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ആ പാലിൻ്റെയും പഞ്ചസാരയുടെയും കൂടെ നമ്മൾ നന്നായി വരട്ടിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് കുറച്ച് നേരം ഇങ്ങനെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കാം. എപ്പോഴും ഇളക്കണമെന്നില്ല, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. ഇത് കുറച്ച് സമയം എടുക്കും, ഏകദേശം ഒരു 15 മിനിറ്റ് എന്തായാലും എടുക്കും ഇങ്ങനെ വറ്റി വരാൻ. ഇപ്പോൾ കണ്ടോ പാല് കുറേ വറ്റിയിട്ടുണ്ട്, അത് ഡ്രൈ ആവാൻ തുടങ്ങുകയാണ്. ഈ ഒരു പരുവായി കഴിഞ്ഞാൽ പിന്നെ തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കുന്നതാണ് നല്ലത്. ഇനി ഒരു 5 മിനിറ്റും കൂടി നമുക്കിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ നല്ല ഡ്രൈ ആയി കിട്ടും. ഇപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ പാലെല്ലാം നന്നായിട്ട് വറ്റി നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർക്കാം. ഏലക്കാപ്പൊടി ഒരുപാട് വേണ്ട, കാരണം തേങ്ങയുടെ ഫ്ലേവറാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ വളരെ കുറച്ച് ചേർത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ കൂട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. ഇതൊന്ന് തണുത്തതിന് ശേഷമാണ് നമ്മൾ ഉരുളകളാക്കുന്നത്. അപ്പോൾ ഈ പാനിൽ നിന്ന് മാറ്റി വേറൊരു പാത്രത്തിൽ ഇട്ട് വെക്കണം, കാരണം ഇതിനകത്ത് തന്നെ വെച്ചിരുന്നാൽ പാനിൻ്റെ ചൂട് കൊണ്ട് തേങ്ങ ബ്രൗൺ ആയിപ്പോവും. അപ്പോൾ അത് നമുക്ക് മാറ്റി വേറൊരു പാത്രത്തിൽ ഇട്ട് വയ്ക്കാം. തണുത്തതിന് ശേഷം ഉരുളകളാക്കി എടുക്കാം. അപ്പോൾ തേങ്ങയും പഞ്ചസാരയും പാലും ചേർത്തിട്ടുള്ള മിക്സ് നന്നായി തണുത്തിട്ടുണ്ട്, ഇതുപോലെ ആയിട്ടുണ്ട്. ഇത് നമുക്കിനി ഉരുളകളാക്കാം. അപ്പോൾ ഞാൻ ഈ കൂട്ട് 2 മാറ്റുവാണ്, 2 പോർഷൻ ആക്കുവാണ്. ഒരെണ്ണത്തിൽ ഞാൻ കുറച്ച് ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ ഫുഡ് കളർ ചേർക്കണം എന്ന് ഒരു നിർബന്ധമില്ല, കാരണം ടേസ്റ്റിലൊന്നും ഒരു വ്യത്യാസവും വരില്ല. എനിക്ക് ഫോട്ടോ എടുക്കുമ്പോൾ കുറച്ചൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അല്പം ഫുഡ് കളർ ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ തയ്യാറാക്കുമ്പോൾ ഫുഡ് കളർ ഒഴിവാക്കി ചെയ്താൽ മതി. ഞാൻ ഇതിനകത്തേക്ക് ഒരല്പം പെർമിറ്റഡ് ഫുഡ് കളർ ചേർക്കുവാണ്. ഞാൻ പച്ചയാണ് ചേർത്തത്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഉരുട്ടിയെടുക്കാം.
ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ ഉരുട്ടിയെടുക്കാം, വലുതായിട്ടോ ചെറുതായിട്ടോ ഒക്കെ എടുക്കാം. ഞാനൊരു മീഡിയം സൈസിലുള്ള ലഡുവായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മീഡിയം സൈസിലുള്ള ലഡു ആണെങ്കിൽ ഒരു 7 അല്ലെങ്കിൽ 8 എണ്ണം ഉണ്ടാക്കാം. പിന്നെ നമ്മളത് ഉരുട്ടിയെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ പുറമെ ഇങ്ങനെ ഒട്ടുന്ന പോലെ തോന്നും, ഒട്ടിപ്പിടിക്കുന്ന പോലെ തോന്നും. പക്ഷെ അത് കുഴപ്പമില്ല. നമ്മൾ ആദ്യം കുറച്ച് തേങ്ങ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അതിനകത്ത് ഉരുട്ടിയെടുക്കുമ്പോൾ അത് കോട്ട് ചെയ്തെടുക്കുമ്പോൾ ആ ഒട്ടൽ മാറി കിട്ടും. ഇപ്പോൾ ലഡു എല്ലാം ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇതിനെ നമ്മൾ ആദ്യം എടുത്തു വെച്ച തേങ്ങയിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഉരുട്ടിയതിന് ശേഷം കയ്യിൽ വെച്ചൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ തേങ്ങ ലഡുവിൻ്റെ മുകളിൽ ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാ ലഡുവും ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന കോക്കനട്ട് ലഡു റെഡി ആയിട്ടുണ്ട്. ഇതൊരു 10-15 മിനിറ്റ് വെച്ചതിന് ശേഷം കഴിക്കാം. നമുക്ക് വീട്ടിൽ എപ്പോഴും കിട്ടുന്ന സാധനങ്ങൾ വെച്ച് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണിത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ആ പാലും പഞ്ചസാരയും ചേർത്ത് നമ്മൾ നന്നായിട്ട് ഡ്രൈ ആക്കി, അതായത് ഒന്ന് വരട്ടി റോസ്റ്റ് ചെയ്തല്ലേ എടുക്കുന്നത്, അതിൻ്റെ ആ ഒരു ഫ്ലേവർ നല്ലതായിട്ടുണ്ടാവും. നിങ്ങൾ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ എനിക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ പ്ലീസ് എൻ്റെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യണം. ഇനി നമുക്ക് വേറൊരു നല്ല റെസിപ്പിയായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് അനൂസ് കിച്ചൺ.